പണ്ടത്തെ ആളുകളെ പോലെ ഇന്നത്തെ കുട്ടികളെ നമ്മൾ കണ്ടിട്ടാണ് വിവാഹം അന്വേഷിക്കുന്നതെങ്കിൽ പഠിപ്പിക്കാമെന്നൊക്കെ ഒരു പറയും, പക്ഷെ അവിടെ എത്തിയാൽ തിരിയും. ഇനി പഠിപ്പിക്കുമായിരിക്കും, എന്നാലും നമുക്ക് അവിടെ മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ കളിക്കുന്ന ഒരു കളിയുണ്ട്, ഇടങ്ങാറുകളുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇപ്പോൾ ഒന്നും സമ്മതിക്കണ്ടട്ടോ എന്ന് വിവാഹം കഴിഞ്ഞ കുട്ടികളിൽ നിന്ന്, അവരുടെ കൂട്ടുകാരികളിൽ നിന്ന് കിട്ടുന്ന വിവരത്തിൽ നിന്ന് PG കഴിഞ്ഞിട്ടേ, അല്ലെങ്കിൽ PhD എടുക്കാൻ ഉദ്ദേശിക്കുന്നു, അത് കഴിഞ്ഞിട്ടേ എനിക്ക് വിവാഹം വേണ്ടൂ എന്ന് നമ്മുടെ മക്കൾ ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുകയും, നേരത്തെ സൂചിപ്പിച്ച തരത്തിൽ ധാരാളം ആൺകുട്ടികൾ 30 കഴിഞ്ഞവർ തന്നെ, അല്ലെങ്കിൽ 30ഓടടുത്തവർ വിവാഹം ശരിയാവാതെ ഇന്ന് നമ്മുടെ കൗമിൽ പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഒരു ചിത്രത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അതിന് കുറേ കാരണങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്താൻ കഴിയും. അത് പരിഹരിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്, ഈ കാലഘട്ടത്തിൽ പഴയ കാലത്തെ പോലെ പെൺകുട്ടികൾ മോൻ കല്യാണം കഴിച്ചാൽ ഉമ്മാക്കൊരാശ്വാസമായി എന്ന് ചിന്തിക്കുന്ന ഉമ്മമാരൊന്നും ഇന്നില്ല എന്ന് തികച്ചും ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കുന്ന, ആ രൂപത്തിലാണ് കേട്ടോ എന്ന് ചിന്തിക്കുന്ന, വീട്ടിൽ മറ്റ് പണികളൊക്കെ എടുക്കുന്ന തരത്തിൽ ചിന്തിക്കുന്ന ഉപ്പമാരും ഇല്ല, മാറിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എങ്കിൽ പോലും ഇത് നമ്മുടെ മക്കൾക്ക് ഇങ്ങോട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. അത് അവർക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ ഉമ്മയും ഉപ്പയും എങ്ങനെ മാറേണ്ടതുണ്ട് എന്ന് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സ്വസ്ഥത നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഇളം തലമുറയിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവരുടെ കുടുംബജീവിതത്തിൽ ഹൃദ്യത തോന്നുന്ന തരത്തിലുള്ള ചില ചിന്തകളും മാറ്റങ്ങളും കാഴ്ചപ്പാടുകളും നമ്മൾ വളർത്തിയെടുക്കണം. എങ്കിൽ ഈ ഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിന് മാറ്റം വരാൻ അതേ വഴിയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കാം. കാരണം പലപ്പോഴും പല കുട്ടികളോട്, ഇപ്പം ഇന്നലെയും ഞാൻ വോയിസ് ഇട്ട് ലാസ്റ്റ് ഒരു ഉമ്മയോട്, നിങ്ങൾ മറ്റാരെങ്കിലും ഒന്ന് സമീപിക്കുക എന്ന് പറഞ്ഞൊഴിഞ്ഞതാണ്. ഇളയാളും PG ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, മൂത്ത ആൾ പെൺകുട്ടി വിവാഹത്തിന് സമ്മതിക്കാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ആകെ ഇടങ്ങാറായിന്, നിങ്ങളൊന്ന് കുറഞ്ഞ സമയം അവളോടൊന്ന് സംസാരിക്കുക എന്ന് പറയുന്ന ധാരാളം ഉമ്മമാരുണ്ട്. എന്തുകൊണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ചില സാധനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വെക്കുന്നത്. ചിലത് നമ്മൾ ഇന്നത്തെ ധാർമ്മികമായ ഒരു ചട്ടക്കൂടി എന്ന് പറയുന്നത് മുൻ കാലഘട്ടത്തേക്കാൾ നമ്മളേറെ മാറിയിട്ടുണ്ട്. ആൺപെൺ പരസ്പരമുള്ള ബന്ധം എന്ന് പറയുന്നത്, അതിലെ അതിരുകൾ എന്ന് പറയുന്നത്, അതിർവരമ്പുകൾ എന്ന് പറയുന്നത് വളരെ ലാഘവത്തോടെ നമ്മൾ കാണുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അതിൻ്റെ പിന്നാമ്പുറമായിട്ട് എഫക്റ്റായിട്ട് വന്നു ചേർന്ന ഒരു സംഗതിയാണ് ധാരാളം പ്രണയബന്ധങ്ങൾ വന്നു ചേർന്നു എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ബന്ധങ്ങൾ വരുന്നതോടെ ഇസ്ലാമികമായ നമ്മുടെ ഒരു രീതി അനുസരിച്ച് നമുക്ക് നിക്കാഹ് കഴിഞ്ഞാൽ മാത്രമാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന തരത്തിലുള്ള അത്രയും രഹസ്യങ്ങളും പരസ്പരം ഒരുമിച്ച് ജീവിക്കുമ്പോഴുണ്ടാവുന്ന ബന്ധങ്ങളും സന്തോഷങ്ങളുമൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരാണിനോട് ഒരു പെൺകുട്ടിക്കോ ഒരു പെൺകുട്ടിക്കോ ഒരു ആൺകുട്ടിയോടോ സംസാരിക്കാൻ അനുവാദമുള്ളൂ. അത് കണിശമാണ്. പിന്നെ നമ്മൾ അതിലൊക്കെ ലാഘവത്വം വന്ന് നിശ്ചയിച്ചു വെച്ചാൽ നമുക്ക് എന്തുറപ്പുണ്ട് അത് നിക്കാഹ് നടക്കുമെന്നുള്ളത്? നിക്കാഹ് നടക്കുന്നതിന് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പേ നിശ്ചയിച്ചിടും. ഞാൻ എന്നോട് പറയുന്നു, ഒരാളോട് ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഉടനെ തീരുമാനമായ നിക്കാഹ് നടത്തി. പിന്നെ എൻ്റെ അനിയൻ്റെ നിശ്ചയമാണ് നാളെ. ഉടനെ മോളമ്മ ഇങ്ങനെ ഉണ്ട്, ഷെമിക്കൊരു കല്യാണമായിരുന്നു, ഓന് പോവാനായിട്ട് കണ്ടുവച്ചിട്ട് പോണ പണിക്ക് ഒരിക്കലും നിങ്ങൾ രണ്ടാളും സമ്മതിക്കരുത്. ഉമ്മാനോട് ഉപ്പാനോട് നേരത്തെ അങ്ങ് പറഞ്ഞേക്ക്, എത്ര കുറഞ്ഞ കാലയാൾ നിക്കാഹിച്ചു പോയിക്കോട്ടെ, ഓന് ഫോൺ വിളിക്കാൻ ഒരാളായല്ലോ, ഓനക്ക് ഫോൺ വിളിക്കാനൊരു, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഇങ്ങനെ അയലുമിട്ട തരത്തിൽ ഇങ്ങനെ പോയിട്ട് എങ്ങനെയായാലും നിശ്ചയിച്ചു വെച്ച് ഫോൺ വിളിക്കും, മെസ്സേജ് അയക്കും. അത് ഹലാലാക്കാൻ നിക്കാഹ് കഴിച്ചിട്ടാൽ അള്ളാൻ്റെ ദീനിൽ നിക്കാഹാണ് കല്യാണം. അപ്പം പിന്നെ അതിന് പ്രശ്നമല്ല. അപ്പം അത് ആ അർത്ഥത്തിൽ നമ്മൾ പോവാതെ അത് നിശ്ചയിച്ചു വെച്ചാൽ മതി എന്ന് എൻ്റെ മക്കൾ പറയും. പക്ഷെ അതിലൂടെ നമുക്ക് വന്നു ചേരുന്നത് വലിയൊരു ഹറാമാണ്. കാരണം അത് ആ സംസാരം നടന്ന് പിന്നെ അത് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്ന് അത് ഒഴിവായി പോകുമ്പം ഞാൻ എന്തൊക്കെയോ അവനോട് ഇത് ഒരുമിച്ച് ജീവിക്കുമെന്നുള്ള അർത്ഥത്തിലൊക്കെ പറഞ്ഞു പോയല്ലോ എന്നുള്ള അർത്ഥത്തിൽ പിന്നെ മറ്റൊരു വിവാഹം വരുമ്പോൾ വരെ ഈ മക്കൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഇത് അവിടെ കിടന്നിട്ട് ഇങ്ങനെ തളക്കുകയാണ്. ഇനി ഒരാളെ സ്നേഹിച്ചു, പക്ഷെ അത് നടന്നില്ല, മറ്റൊരു വിവാഹം കുടുംബം അന്വേഷിച്ച് നടത്തി. പക്ഷെ ഈ സ്നേഹം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ഘടകമാണ്.
പടച്ചോൻ അതാണ് മവദ്ദത്തൻ വ റഹ്മ എന്ന് പറഞ്ഞ സംഗതി. ആ മവദ്ദത്ത് എന്ന് പറയുന്നത് നിക്കാഹ് നടക്കുന്നതിലൂടെ പടച്ചു തമ്പുരാൻ മലക്കുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് മലക്കുകളുടെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു വല്ലാത്ത നിയമത്താണ്. ഒരിക്കലും പിരിയാൻ കഴിയാത്ത തരത്തിലുള്ള ആ പ്രണയബന്ധം മവദ്ദത്ത് എന്ന് പറയുന്നത്. അത് നിക്കാഹൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ ആർക്കോ സമ്മാനിച്ച് സൈക്കോളജിക്കലി അങ്ങനെയാണ് അത് കടക്കും. പിന്നെ വേറൊരാൾക്ക് കുടുംബം തീരുമാനമെടുത്ത് നിക്കാഹ് കഴിയുമ്പം ഈ സ്നേഹത്തെ, ഉള്ളറിഞ്ഞ സ്നേഹത്തെ, പ്രണയത്തെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ ആണും പെണ്ണും അവിടെ കിടന്ന് പ്രയാസപ്പെടാം. ഇതെവിടുന്ന് സംഭവിച്ചു? ധാർമ്മികതയിൽ ഇസ്ലാം നമുക്ക് തന്ന പരിധികളിൽ പരസ്പരം സംസാരിക്കുന്നതിൽ, അത് ഓഫ്ലൈനായിട്ട് മാത്രമല്ല, നേരിട്ട് മാത്രമല്ല, ഓൺലൈനിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ എത്ര എനിക്ക് സംസാരിക്കാം. ഇതാണ് നമുക്ക് മദ്രസയിലൂടെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് ജീവിതത്തിലേക്ക്, അഡോളസൻസ് സ്റ്റേജിലേക്ക്, അതർ സെക്സിനോട് താല്പര്യം വരുന്ന ഘട്ടത്തിലേക്ക് നമ്മുടെ മക്കൾ കടക്കുമ്പം സ്വന്തം ഉമ്മ ഉപ്പ വേറെ ആരുമല്ല, മക്കളെങ്ങൾക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു മാറ്റം വരും. ഞങ്ങൾ പറയുന്നതിനേക്കാൾ അപ്പുറം പലതും നിങ്ങൾ ഇതിനുള്ളിലൂടെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് നിങ്ങൾക്ക് പകർന്നു കിട്ടുന്നുണ്ട്. പക്ഷെ സംഭവിക്കുക, ഒരാണിനോട് ഇഷ്ടമൊക്കെ അഡോളസൻസ് സ്റ്റേജ് ആയാൽ നിങ്ങൾക്ക് തോന്നും അത് സൈക്കോളജിക്കലി പടച്ചോൻ വെച്ചതാണ്. എന്തിനു വേണ്ടി? എവിടെയോ കിടക്കുന്ന അതുവരെ പരിചയമില്ലാത്ത ഒരു ആൺകുട്ടിയോടൊപ്പം അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോടൊപ്പം എല്ലാമെല്ലാമായി മരിക്കുന്നത് വരെയും മരണശേഷം സ്വർഗത്തിലും ഇതുപോലെ എത്തിച്ചേരാൻ വേണ്ടി പടച്ചോൻ സമ്മാനിച്ചിരിക്കുന്ന ഒന്നാണ് അതർ സെക്സിനോട് താല്പര്യം. ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത്. അതിന് തുടക്കം കുറിക്കുന്ന ഘട്ടം വിവാഹത്തിലേക്ക് നിങ്ങളെ ഒരുക്കിയെടുക്കാൻ ശാരീരികമായിട്ട് പുറത്തും അകത്തും പടച്ചോൻ വെച്ചിരിക്കുന്ന സംവിധാനങ്ങൾക്ക് വളർച്ചയുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഈ തോന്നൽ വരും. അപ്പം നിങ്ങൾ അബദ്ധത്തിൽ പെട്ടുപോകരുത്. ഇപ്പോഴേ നമ്മൾ കൊളത്തി വെക്കേണ്ടുന്ന ഒരു സംഗതിയല്ല അത്. വിവാഹത്തിൻ്റെ സമയമാവുന്നത് വരെ എൻ്റെ മക്കൾ നന്നായി പഠിക്കണം, ഭൗതികമായും പഠിക്കണം, ദീനിയായും പഠിക്കണം. കുടുംബജീവിതം ഇസ്ലാമിൽ എന്നുള്ളൊരു വിഷയമാണെങ്കിൽ പഴയ സമയത്തെ പോലെ അല്ല നമ്മളിന്ന് കുടുംബജീവിതത്തെ പറയേണ്ടത്. ഇന്നത്തെ കുടുംബത്തിൽ പ്രശ്നം സൃഷ്ടിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെ എന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് അവസാന ഘട്ടത്തിൽ നമ്മളൊരു സാധാ കുടുംബജീവിതത്തെ പറയാം എന്ന് വിചാരിച്ച് തന്നെയാണ് ഈ വിഷയങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ ധാർമ്മികമായ ചട്ടക്കൂട് റബ്ബ് നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ടാണ്. സ്ത്രീകളുടെ വേഷവിധാനത്തെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ അവിടെ സൂചിപ്പിച്ചൊരു സംഗതി, ദാലിക അദ്ന അൻ യുറഫ്ന വലാ യുഅ്ദൈന എന്നുള്ള പറയുന്നുണ്ട്. അതാണ് മാറിടത്തിലൂടെ നിങ്ങളുടെ മുഖമക്കനെ നിങ്ങൾ താഴ്ത്തിയിടൽ. അതാണ് നിങ്ങളെ തിരിച്ചറിയാൻ. ഏത് തരത്തിലുള്ള തിരിച്ചറിയലാണത്? ഞൊട്ടിയാ കിട്ടുന്നവളല്ല എന്ന് തിരിച്ചറിയലാണ്. എന്നാൽ അത് പുറമെയുള്ളൊരു മറ മാത്രമല്ല എന്നതിൻ്റെ സൂചനയാണ് അവിടെ നൽകുന്നത്. അതെൻ്റെ മനസ്സിൻ്റെ കൂടി മറയാണ്. ഞാൻ ദീനുള്ളവളാണ്, പടച്ചവനെക്കുറിച്ച് ബോധമുള്ളവളാണ്. ഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ല എന്ന് പഠിച്ചവളാണ്. എത്ര ചെറുതാണെങ്കിലും അത് പുറത്തു പറഞ്ഞാലും ഇല്ലെങ്കിലും അല്ലാഹ് അത് വിചാരണക്ക് കൊണ്ടുവരും. ഇന്നായിരിക്കും ഞാൻ മരിക്കുക, ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. പക്ഷെ അവൻ അല്ലാഹ് വിചാരണക്ക് കൊണ്ടുവരും. ഈ ലോകം നശ്വരമാണ് എന്ന് ഓരോ മരണവീട് സന്ദർശിക്കുമ്പോഴും ഓരോ സംഭവങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോഴും അത് എൻ്റേത് എന്ന് ചിന്തിക്കുന്ന നമുക്ക് ആ റബ്ബിൻ്റെ മുമ്പിൽ എല്ലാം വിചാരണക്ക് കൊണ്ടുവരും. ആ റബ്ബ് എനിക്ക് എന്തൊക്കെ തന്നു, അതാണ് കണ്ണും ചെവിയും കേൾവിയും ഒക്കെ ഞാൻ ആദ്യത്തിൽ സൂചിപ്പിച്ചത്. എത്രയെത്ര അനുഗ്രഹങ്ങൾ എൻ്റെ റബ്ബ് എനിക്ക് തന്നു. എന്നെ ഏറെ ഉയരങ്ങളിലെത്തിക്കാൻ എനിക്ക് എത്ര കഴിവ് തന്നു. പാടാനും അഭിനയിക്കാനും പലതും പ്രസംഗിക്കാനും സംസാരിക്കാനും എഴുതാനും ഒക്കെയുള്ള കഴിവ് തന്നു. ഈ പഠിക്കുന്ന ഘട്ടത്തിൽ അവരുടെ വളർച്ചയിൽ ഇത്തരത്തിലുള്ള വേണ്ടാത്ത ചിന്തകൾ വരുന്നതിന് പകരം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അവർക്കുള്ള കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ അവർക്കൊരുക്കി കൊടുക്കുമ്പോൾ ആ കഴിവുകളിലൂടെ അവർ പഠനത്തിലൂടെ മെച്ചപ്പെട്ട നിലക്ക് അവരെത്തും. അതിനിടയിൽ ഏറെ സ്നേഹത്തോടെ ഉമ്മയും ഉപ്പയും അൽസിമു ഔലാദക്കും അഹ്സിനു അദബഹും, മക്കളോടൊപ്പം ചേർന്ന് നിങ്ങൾ നിൽക്കുക. ഓരോ ഘട്ടങ്ങളിലും അവർക്ക് വേണ്ടത് നിങ്ങൾ കൊടുക്കുക. അത് നബിൻ്റെ കാലത്ത് ചോറ് തിന്നുന്ന സമയത്ത് തുടച്ചു തിന്നു മോനെ എന്നായിരുന്നു പറഞ്ഞു കൊടുക്കേണ്ടതിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ഫാസ്റ്റ് ഫുഡ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച്, അതിനൊന്നും ഇന്നും ഒരു കുറവുമില്ല.
എല്ലാവരും അങ്ങനെയൊക്കെ പോവലാണ്. കുട്ടികളൊക്കെ തന്നെ ഇത് നമുക്ക് നമ്മുടെ കൈകളിൽ കിട്ടണമെങ്കിൽ ആവശ്യം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചായപ്പിടിയിലൊക്കെ നമ്മൾ പോകും അല്ലേ? വൈറലായ ചായ കുടിക്കാനൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഇഷ്ടപ്പെട്ട റിസോർട്ടുകളൊക്കെ എടുത്തിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഉമ്മയും ഉപ്പിയും മക്കളും പേരമക്കളും എല്ലാവരും കൂടി ചാടുന്നുണ്ട്. നമ്മൾ അങ്ങനത്തെ പോക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ആ പോക്കൊക്കെ കഴിഞ്ഞ് അവിടെ നമ്മൾ പാട്ടൊക്കെ പാടി രസിച്ച് സന്തോഷത്തോടെ വന്നാൽ പോരൻ്റെ ഉള്ളിൽ എത്തിയാൽ വീടിനുള്ളിലേക്ക് കയറുമ്പോഴേക്ക് നമ്മൾ അതെന്തുകൊണ്ട് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പുറത്തൊക്കെ നമ്മൾ ആ ഒരു സ്നേഹബന്ധം, എപ്പോഴും ചിരിച്ചുകൊണ്ട് കയറി വരുന്ന ഉപ്പ, ആ സ്നേഹത്തോടു കൂടി പുഞ്ചിരിയോട് കൂടിയിട്ട് ഉപ്പയെ സ്വീകരിക്കുന്ന ഉമ്മ, വല്യമ്മക്ക് വല്യമ്മയും വല്യപ്പയും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ ഓടി വന്നിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് ആ വല്യമ്മനെയും വല്യപ്പനെയും എന്തൊക്കെ വർത്താനം വല്യമ്മയെന്ന് ചോദിച്ചിട്ട് അവിടെ പോയിട്ട് സലാം പറഞ്ഞിട്ട് ഓരോരുത്തൊന്ന് കുറച്ചു നേരം ഇരുന്നിട്ട് ആ കാലൊക്കെ ഒന്ന് തൊട്ട് ആ വല്യമ്മനൊന്ന് പിടിച്ചിരുത്തി നിങ്ങൾ ചായ കുടിച്ചിരുന്നോ വല്യമ്മേ എന്നൊക്കെ ചോദിക്കുന്ന ആ വല്യമ്മക്കും വല്യപ്പക്കും വീട്ടിൽ കിട്ടുന്ന ആ ഒരു ഹൃദ്യത. വീട്ടിലേക്ക് വിരുന്നുകാർ വന്ന സമയത്ത് എത്ര ഫോണും ഗെയിമും ആണെങ്കിലും അമ്മായി വരുന്നുണ്ട്, വീട്ടിൽ വിരുന്നുകാർ വരുന്നുണ്ട്, അതവിടെ വെച്ചിട്ട് ഓടി ചെല്ലുന്ന മക്കൾ, ആ മക്കൾക്ക് ആ രൂപത്തിലുള്ള സ്നേഹത്തോടെയുള്ള ഏത് നേരത്തും ഫോണുമലാണ്. ഓരെ പഴിചാരിക്കൊണ്ടല്ല, അവർ ഫോൺ എടുക്കും. കാരണം അവർ വളരുന്ന കാലം അതാണ്, അവർക്കെല്ലാം ഉള്ളത് അതിലാണ്. പക്ഷെ എന്ത് കാണണം എന്ത് കാണരുത് അത് ഒളിച്ചു കളിയില്ലാതെ എന്ന് വെച്ചാൽ ഉമ്മ കാണുന്ന സമയത്ത് നല്ലത്, ഉമ്മ വരുന്ന സമയത്ത് അത് മറ്റൊന്ന് എന്നതിലേക്ക് നമ്മുടെ മക്കൾ മാറാതിരിക്കണമെങ്കിൽ അങ്ങനെയുള്ളൊരു ഹൃദ്യമായ ബന്ധം നമ്മുടെ കുട്ടികളോട് നമുക്കുണ്ടാവണം. അവരുടെ കൂടെ അവരുടെ ഗെയിം, അവർക്ക് ഇഷ്ടപ്പെട്ട ഗെയിം നമ്മളൊന്ന് പഠിക്കണം. എന്നിട്ട് കുറച്ചു നേരം അവരെ കൂടെ നമ്മളും കളിക്കണം. കുറച്ചു നേരം അവരെ കൂടെ നമ്മളും കളിക്കണം. ഏത് നേരം മൈമലിരിക്കല്ലി എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ പഴിചാരിക്കഴിഞ്ഞാൽ അതിന് പരിഹാരമല്ല. കാരണം അവരെത്തുന്നത് പുതിയൊരു ലോകത്തേക്കാണ്. നമുക്കും ചില സന്ദർഭത്തിൽ എത്ര എളുപ്പമാണ് ഇന്ന് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ, എല്ലാം ഞൊടിയുടെ കൊണ്ട് കഴിയുന്നത്. ഇത് പഠിച്ചു തന്ന വലിയൊരു നിയമത്താണിത്. പക്ഷെ ആ നിയമത്തിന് അതിൻ്റെ പുതിയ ആപ്പുകളും അതിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വേർഷനുകളും ഒക്കെ ഇവരുടെ തല വെച്ചിട്ട് അവർക്ക് പെട്ടെന്ന് ഓടും. പക്ഷെ ആ ഓടുന്നത് നമ്മുടെ ആവശ്യത്തിന് എപ്പോഴോ ഫോൺ കേട് വരുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇത് ഇതിലൂടെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന മോളെ ഇനി ഇതൊന്ന് നോക്ക് എന്ന് പറയുമ്പോൾ മാത്രമല്ല, ആ കഴിവുകളെ ആ പോസിറ്റീവായിട്ട് കണ്ടിട്ട് പക്ഷെ നെഗറ്റീവായ തലങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പോവാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ തരത്തിൽ ലുക്മാൻ അലൈഹിസ്സലാം മകനെ വിളിച്ചു കൊടുത്ത ഉപദേശം പോലെ ഈ അല്ലാ എന്ന ബോധം മദ്രസയിൽ മക്കൾ പഠിച്ച് 7ാം ക്ലാസ് 8ാം ക്ലാസ്സിന് ഏറി വന്നാൽ 10 ഉണ്ട് എന്ന് വിചാരിക്കുക. എത്ര പഠിച്ചാലും അത് ഈ ഒരു വല്ലാതെ തലതിരിയാത്ത കാലത്താണ് അവരാ പഠിക്കുന്നത്. പിന്നെ ഈ മദ്രസയിൽ പഠിക്കുന്ന ദീനിൻ്റെ കാര്യങ്ങൾ കുട്ടികൾക്ക് കിട്ടേണ്ടത് നമ്മുടെ കൈകളിലൂടെ തന്നെയാണ്. അതാണ് അൽസിമു ഔലാദക്കും അഹ്സിനു അദ്ബഹും എന്ന് പറഞ്ഞപ്പോൾ അത് ചെറിയ കുട്ടികളെ കുറിച്ചാണ്. കൂടെ നിൽക്കുക, എന്നിട്ട് അവർക്ക് വേണ്ട മര്യാദ പറഞ്ഞു കൊടുക്കുക. അത് അഡോളസൻസ് എത്തുമ്പം അതിൻ്റെ വാക്കുമാറ്റി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്രിമു ഔലാദക്കും എന്നാക്കി, അവരെ ആദരിക്കണമെന്നാക്കി, മുതിർന്നു കഴിഞ്ഞാൽ അവർക്കൊരു സ്ഥാനം കൊടുക്കണമെന്നാക്കി. അവർക്ക് ചെറിയ കുട്ടികളായിട്ട് അവരെ കണ്ടിട്ട് കാര്യമല്ല, അവർ മുതിർന്നു. ഒരു പക്ഷേ അവരുടെ മനസ്സ് പറയുന്നു നമ്മളെക്കാൾ അവർ മുതിർന്നു. പക്ഷേ ഈ സംവിധാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തലമുറയിൽ വന്ന മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ പച്ചയായി ചിലത് വളർച്ചയുടെ ഘട്ടത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് വേണ്ടാത്ത ബന്ധങ്ങളിലേക്കും അബദ്ധങ്ങളിലേക്കും നമ്മുടെ കുട്ടികൾ ചെന്നുപെടാതിരിക്കാൻ ഈ മൊബൈൽ ഫോണിനെ നമ്മൾ പേടിക്കുന്നത് ഇത്തരത്തിലുള്ള കുറേ വാർത്തകളും സംഭവങ്ങളും നമ്മുടെ ചുറ്റിൽ നടക്കുന്നത് നമ്മൾ നിരന്തരമായി കേൾക്കുന്നത് കൊണ്ടാണ്. എൻ്റെ കുട്ടിക്ക് അത് പറ്റി, എൻ്റെ കുട്ടീൻ്റെ കല്യാണം വന്നപ്പം ഇന്ന് നേരെ പെൺകുട്ടികൾ പറയാം. ഒരാൺകുട്ടിയുണ്ട്, അവൾ 3 എണ്ണം അവൻ കാണാൻ പോയിട്ട് 3 എണ്ണത്തിന് അവിടെ ചെന്നിട്ട് പെണ്ണ് കണ്ടിട്ട് പോരുമ്പോഴും അവൾ പതുക്കെ പറയാണ്, ഞാൻ എൻ്റെ കുടുംബം നിർബന്ധിച്ചിട്ട് നിങ്ങൾ കാണാൻ വന്നോളി എന്ന് പറഞ്ഞതാണ്, എനിക്ക് വേറെ ആളുണ്ട് കേട്ടോ. 3 കുട്ടികളെ കാണാൻ പോയിട്ട് നല്ലൊരു മോന്, ഇവൻ ആകെ ഇടങ്ങാറായി. എന്നിട്ട് അവിടെ നിന്ന് പോന്നിട്ട് 4ാമത്തെ പെൺകുട്ടീനെ കാണാൻ ചെന്നപ്പം ആ പെൺകുട്ടി ഇതുപോലെ കുറേ അനുഭവങ്ങൾ ഉണ്ടായി നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ആ പെൺകുട്ടി ഉടനെ ഇങ്ങോട്ട് ചോദിക്കാൻ, ഞാൻ സ്ഥലം ഊരൊന്നും ഞാൻ പറയണില്ല, ഞാനത് ഒരു വല്ല കോട്ട് ചെയ്യാനുള്ളൊരു കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ പെൺകുട്ടി ഇവനങ്ങോട്ട് കയറി ചെന്നപ്പോൾ തന്നെ പെൺകുട്ടി നേരെ തിരിച്ചിങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ എന്നെ കാഴ്ചയിൽ നിങ്ങൾക്ക് പറ്റിയണോ എങ്കിൽ മാത്രം, നിങ്ങൾ എന്നെ പുറത്തു നേടുന്നോ കണ്ട് എന്നെ പറ്റിയിട്ടാണ്, എൻ്റെ ശരീരപ്രകൃതവും എൻ്റെ നിറവും എൻ്റെ രൂപവും ഇതെല്ലാം നിങ്ങൾക്ക് പറ്റിയിട്ടാണോ നിങ്ങൾ എന്നെ കാണാൻ വന്നതെങ്കിൽ മാത്രം നമ്മൾ സംസാരിച്ചാൽ മതി. അപ്പം എന്തായിരിക്കും ആ കുട്ടിയുടെ അനുഭവം? അവൾക്ക് ഇങ്ങനെ 4-5 എണ്ണം വന്ന് അവൾ തടി അല്ലെങ്കിൽ നിറം
എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അത് ഒഴിഞ്ഞിട്ട് ഉമ്മാനോട് പറഞ്ഞ് നിൽക്കണം, ദയവ് ചെയ്ത് നിങ്ങൾ ഈ പണിക്ക് എന്നെ നിർബന്ധിക്കല്ലേ. ഓർക്ക് എന്നെ കാഴ്ചക്ക് പറ്റിയണമെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ പോരെ, എന്തിനാണ് ഈ ഒരു പ്രശ്നത്തിന് ഞാൻ നിൽക്കുന്നത്. ഇന്നത്തെ മക്കളെന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ കുറേ കണ്ട് പറ്റിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് അതിന് തല വെച്ച് കൊടുക്കുന്ന കുട്ടികളല്ല. കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. അപ്പോൾ ഇവൻ ആകെ ഒന്നുകൂടി ഞെട്ടി. 3 എണ്ണം കഴിഞ്ഞ് 4-മത്തേനാണ് ഇതിന് വന്നത്. ഇവൻ പുറത്തുനിന്ന് ഇവളെ കണ്ടതാണ്, ഇവളുടെ തടിയും സംഗതിയൊന്നും ഇവന് പ്രശ്നമല്ല. ഉടനെ അവൻ പറഞ്ഞു, മോളെ എന്നെ കാഴ്ചക്കൊക്കെ ഞാൻ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്, പറ്റിയിട്ട് തന്നെയാണ് വന്നത്, എങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇനി കുടുംബജീവിതത്തിൽ ഞാൻ ഇന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന സംഗതി ഓക്കെ, അതിലൊക്കെ ഞാൻ തയ്യാറാണ്, അതിലൊക്കെ ഞാൻ ഓക്കെയാണ്, എനിക്ക് ഇന്നത് സംഗതികളുണ്ട്. അവൾ ഇങ്ങോട്ടും ചോദിച്ചു, ഓക്കെ. ആ വിവാഹം നടന്നു, വളരെ സന്തോഷത്തോട് വിട്ട് അവർ ജീവിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇവനുണ്ടായ ആദ്യ അനുഭവം, അവൾക്കുണ്ടായ ആദ്യ അനുഭവം, ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ മക്കളുടെ കാര്യത്തിൽ പെൺകുട്ടികളൊക്കെ ഞാൻ അന്വേഷിക്കുന്ന സമയത്ത്, അമ്മ ഈ കച്ചവടത്തിന് വെക്കണ പണിക്കുങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ മെനക്കെടരുത് കേട്ടോ, കണ്ട് പറ്റിയില്ല, അത് കാഴ്ച എന്നുണ്ടല്ലോ ഒരു സാധനം, ഞങ്ങളൊരു സാധനമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ എന്ന് മക്കൾ പറയുമ്പോൾ ഈ തലമുറയെ മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. ആ അർത്ഥത്തിലല്ല. ഇന്നത്തെ ഘട്ടത്തിൽ മക്കൾ ഏറെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന മക്കളെയും അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴേ അവരോടൊപ്പം അവരുടെ സ്വന്തം ഉമ്മയും ഉപ്പയുമായിട്ട് നമ്മൾ അവരോടൊപ്പം നിൽക്കുമ്പോഴേ എനിക്ക് ജന്മനാൽ ഒരു ഉമ്മയും ഉപ്പയും ഒരു കുടുംബവും, വിവാഹത്തിലൂടെ മറ്റൊരു ഉമ്മയും മറ്റൊരു ഉപ്പയും മറ്റൊരു കുടുംബവും മറ്റൊരു വീടും എന്ത് സുന്ദരാണ്. അവിടെ ചിരിച്ച് രസിച്ച് സന്തോഷത്തോടെ മകളെന്നോ മരുമകളെന്നോ വേർതിരിവില്ലാതെ നമ്മൾ ഒരുമിച്ചിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ സ്വന്തം ഉമ്മയെന്നോ അമ്മായി ഉമ്മയെന്നോ അമ്മോശനെന്നോ ഒരു പ്രയോഗത്തിലെ വാക്കുകൾ മാറ്റമില്ലാതെ നമ്മളിങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ റബ്ബ് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കുടുംബ ചിത്രം നമുക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ സാധിച്ചാൽ, എൻ്റെ കുടുംബത്തെ പോലൊരു കുടുംബത്തിന് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മോളെ നീ ഉടനെ കല്യാണത്തിന് സമ്മതിക്കണം എന്ന് നമ്മുടെ കുട്ടികൾ പറയുന്ന ഒരു മാറ്റം നമ്മുടെയൊക്കെ തന്നെ കുടുംബത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമാവണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്.